So dear students, we were studying about OSI reference model. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള the session layer, which is the fifth layer of OSI model. OSI മോഡലിലെ അഞ്ചാമത്തെ ലെയർ സെഷൻ ലെയറാണ്. സെഷൻ ലെയർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ട് ലെയറിൻ്റെ മുകളിലാണ്. അപ്പോൾ നമ്മൾ പഠിച്ച സീക്വൻസ് ഓർമ്മ വേണം. ഏറ്റവും അടിയിൽ ഫിസിക്കൽ ലെയർ, അതിന് മുകളിൽ ഡാറ്റ ലിങ്ക് ലെയർ, അതിന് മുകളിൽ നെറ്റ്വർക്ക് ലെയർ, അതിന് മുകളിൽ ട്രാൻസ്പോർട്ട് ലെയർ, അങ്ങനെ അഞ്ചാമത്തത് മുകളിൽ വരുന്നത് സെഷൻ ലെയർ. എന്താണ് സെഷൻ ലെയർ? സെഷൻ ലെയർ ഈസ് ദ നെറ്റ്വർക്ക് ഡയലോഗ് കൺട്രോളർ. അതായത് യഥാർത്ഥത്തിൽ കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ ഡാറ്റ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഡയലോഗ് എന്ന് പറയും. രണ്ട് മെഷീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ അയക്കുന്നതിനെ ഡാറ്റ ഡയലോഗ്സ് എന്ന് പറയും. ആ ഡയലോഗ് കൺട്രോൾ ചെയ്യുന്ന ജോലിയാണ് സെഷൻ ലെയർ എന്ന് പറഞ്ഞാൽ. ഓരോ സെഷൻസ് ആണല്ലോ, സെൻഡിങ് സെഷൻ, റിസീവിങ് സെഷൻ, ഇങ്ങനെയുള്ള സെഷൻസ് മാനേജ് ചെയ്യുന്ന ഒരു ലെയറിനെയാണ് നമ്മൾ സെഷൻ ലെയർ എന്ന് പറയുന്നത്. So it establishes, maintains and synchronizes the interaction among communication system. വ്യത്യസ്തമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് തമ്മിലുള്ള പ്രോപ്പർ ഇൻ്ററാക്ഷൻ, പ്രോപ്പർ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, അവർ തമ്മിൽ പ്രോപ്പർ ഒരു താളാത്മകമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അയക്കുന്ന ഡാറ്റ പ്രോപ്പറായിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരൂ, അത് കൂട്ടി യോജിപ്പിക്കാൻ ഒക്കും. അതാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ ലിസ്റ്റ് ചെയ്യാം അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഡയലോഗ് കൺട്രോൾ ത്രൂ ടോക്കൺ മാനേജ്മെൻറ്റ് ആൻഡ് സിങ്ക്രണൈസേഷൻ. ഇതാണ് വേരിയസ് സർവീസസ് സെഷൻ ലെയർ ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡയലോഗ് കൺട്രോൾ, അതായത് നമ്മൾ സെൻഡറും റിസീവറും ആയിട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ രണ്ട് മെഷീൻ ആക്ട് ചെയ്യുമ്പം ഒരാൾ സെൻഡ് ചെയ്യും, അടുത്ത ആൾ റിസീവ് ചെയ്യും. അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനകത്ത് ഹൂസ് ടേൺ ഈസ് ടു ട്രാൻസ്മിറ്റ്, ഇപ്പോൾ ആരാണ് സെൻഡ് ചെയ്യേണ്ടുന്നത്, ആരാണ് റിസീവ് ചെയ്യേണ്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള മേൽനോട്ടം വഹിക്കുന്ന ഒരു ലെയറാണ് ഈ പറഞ്ഞ സെഷൻ ലെയർ. ആരൊക്കെ തമ്മിലുള്ള സെഷനാണ് ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? എയും ഇസഡും തമ്മിലുള്ള സെഷനാണ് ഇപ്പം നടക്കുന്നത്. അപ്പോൾ എയ്ക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുക, ഇസഡിന് റിസീവ് ചെയ്യാം. പിന്നെ പല മോഡിലുള്ള കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അതൊക്കെ അനുസരിച്ച് സെഷൻസിനെ കൺട്രോൾ ചെയ്യുന്ന ജോലിയാണ് സെഷൻ ലെയറിന് ഉള്ളത്. ടോക്കൺ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പറയുന്ന സെഷൻസ് മാനേജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ടോക്കൺ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് പ്രിവെൻറ്റിങ് ടു പാർട്ടീസ് ഫ്രം അറ്റംപ്റ്റിംഗ് ദ സെയിം ക്രിട്ടിക്കൽ ഓപ്പറേഷൻ അറ്റ് ദ സെയിം ടൈം. നിങ്ങൾക്കറിയാമല്ലോ, പണ്ട് ബാങ്കിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ചെക്ക് ക്ലിയർ ചെയ്ത് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ചെക്ക് എഴുതി ഒപ്പിട്ട് ക്ലർക്കിൻ്റെ ആയി കൊടുക്കുമ്പോൾ ക്ലർക്ക് ഒരു ടോക്കൺ തരും. ടോക്കൺ 1, ടോക്കൺ 2, ടോക്കൺ 3 10. അപ്പോൾ ഓരോരുത്തരുടെയും ടോക്കണിൻ്റെ സമയമാകുമ്പോൾ അവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അയാൾ മാത്രമേ പോയി ഈ ടോക്കൺ കൊടുത്തിട്ട് അയാളുടെ സർവീസ്, അതായത് പൈസ വാങ്ങിക്കി വെക്കും. ബാക്കിയുള്ളവർ വെയിറ്റ് ചെയ്യണം. ആരാണോ ടോക്കൺ വിളിച്ചിരിക്കുന്നത് അയാളെ വിളിക്കുന്നവർ മാത്രമേ പോയി ഈ കാഷ്യറുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വെക്കും. ഓക്കെ, അത് പറയുന്നത് പോലെ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനകത്ത് ആരാണോ ഡാറ്റ അയക്കാൻ പോകുന്നത് അയാളുടെ കൈവശമായിരിക്കും ടോക്കൺ ഉള്ളത്. ടോക്കൺ ഉള്ളവർ അത് പിന്നെ ആ ആക്ടിവിറ്റി, സെൻഡിങ് ആക്ടിവിറ്റി ആണെങ്കിൽ സെൻഡിങ് ആക്ടിവിറ്റി ചെയ്യും. ഈ സെൻഡിങ് കഴിഞ്ഞതിന് ശേഷം ഈ സെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഈ ടോക്കൺ റിലീസ് ചെയ്യും, അത് പുതിയ ആൾക്ക് കിട്ടും. അങ്ങനെ ഒരു നെറ്റ്വർക്കിലെ പല ആളുകൾ തമ്മിൽ ഈ ടോക്കൺ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് ടോക്കൺ ഉള്ള ആൾ ഈ മെസ്സേജസ് അയക്കുകയും ചെയ്യുന്ന ഒരു രീതി. അപ്പോൾ കൊളീഷൻ, ഈ ഡാറ്റ പാക്കറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുമ്പോൾ ഉള്ള കൊളീഷൻ വന്ന് ഇത് ഡാമേജ് ആവുന്ന പ്രോസസ്സ് ഇല്ലാതാക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഡയലോഗ് കൺട്രോളിന് വേണ്ടി ടോക്കൺസ് ഉപയോഗിക്കുന്നത്. ഇനി സിങ്ക്രണൈസേഷനും വേണം. അതായത് ഉദാഹരണത്തിന് ഡാറ്റ അയക്കുന്നു, ഡെസ്റ്റിനേഷൻ മെഷീന് അതിൻ്റെ സ്റ്റാർട്ട് എപ്പോഴാണോ അന്നേരം തന്നെ ഇത് എടുത്തില്ലെങ്കിൽ കൃത്യമായ നമ്പർ ഓഫ് ബൈറ്റ്സോ അല്ലെങ്കിൽ ബിറ്റ്സോ അടങ്ങുന്ന ഡാറ്റ ഫ്രെയിമിനെ ഐഡൻറ്റിഫൈ ആക്കത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഡാറ്റ അയച്ചിട്ട് ഡെസ്റ്റിനേഷനിൽ കുറേ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്ന കണക്ക് ഇങ്ങനെ ഇരുന്നിട്ട് കുറഞ്ഞ നേരം കഴിയുമ്പോൾ അയ്യോ എന്തോ ഡാറ്റ വരുന്നുണ്ട്, അങ്ങനെയൊന്നും എടുക്കാക്കത്തില്ല. അപ്പോൾ ഡെസ്റ്റിനേഷനും സോഴ്സും തമ്മിലുള്ള ഡാറ്റ എക്സ്ചേഞ്ച് നടത്തുമ്പോൾ ഈ പറയുന്ന റിസീവർ വളരെ ജാഗരൂകരായിട്ടിരിക്കുകയും വേണം. ആ പ്രോപ്പറായിട്ടൊരു സിങ്ക്രണൈസേഷൻ, സെൻഡിങ്ങും റിസീവിങ്ങും വേണം. ഓക്കെ, അതാണ് വേണ്ടുന്നത്. അതുപോലെ തന്നെ ചെക്ക് പോയിന്റ് ലോങ് ട്രാൻസ്മിഷൻസ് ടു അലോ ദം ടു കണ്ടിന്യൂ ഫ്രം വെയർ ദേ വെയർ ആഫ്റ്റർ എ ക്രാഷ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫയൽ അയച്ചുകൊണ്ടിരിക്കുക, 500 പേജുള്ള ഫയൽ അയക്കുക, 200 പേജിൻ്റെ ഡാറ്റ പോയി, അപ്പോഴാണ് കണക്ഷൻ പോയത്. പിന്നെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ആദ്യം അയച്ച 200 പേജ് വീണ്ടും അയക്കണ്ട. എവിടാണോ ഇത് സ്റ്റോപ്പ് ചെയ്തത് അതപ്പോൾ അത് ചെക്ക് ചെയ്തുകൊണ്ട് ഒരു ഫയലിൻ്റെ ഏതൊക്കെ ഭാഗം വരെ അയച്ചു കഴിഞ്ഞു, ഇനി എത്ര അയക്കേണ്ടതെന്നൊക്കെ ട്രാക്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സൂടാണ് സിങ്ക്രണൈസേഷൻ. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ,
പിന്നെ ഡയലോഗ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് സെഷൻസ് ഫോർ ഡയലോഗ്. ഞാൻ പറഞ്ഞല്ലോ ആരാണ് പിന്നെ ഇപ്പോഴത്തെ സെഷനിൽ ഇൻവോൾവ് ആവുന്നത്, ആര് സെൻഡർ ആര് റിസീവർ. ഇറ്റ് അലൗസ് ടു സിസ്റ്റംസ് ടു എൻ്റർ ഇൻ ടു എ ഡയലോഗ്. ഒരു ഡയലോഗിൽ എൻ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അനുവാദം കിട്ടുക. ഓക്കെ. ഇറ്റ് അലൗസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പ്രോസസ് ടു ടേക്ക് പ്ലേസ് ഐദർ ഇൻ വൺ ഓഫ് ദ മോഡ്. ഹാഫ് ഡ്യൂപ്ലെക്സ് ആണോ ഫുൾ ഡ്യൂപ്ലെക്സ് ആണോ മോഡിൽ ഈ ട്രാൻസ്മിഷൻ നടക്കുന്നതൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആ ലെയറാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. പിന്നെ സിങ്ക്രണൈസേഷൻ എക്സാമ്പിളായിട്ട് ഞാൻ ഒരു കേസ് ഇവിടെ പറഞ്ഞില്ലേ 2000 പേജുള്ള ഒരു ഫയൽ ഒരു സിസ്റ്റം അയക്കുന്നു. ഓക്കെ. അപ്പോൾ ഓരോ 100 പേജിലും ചെക്ക് പോയിന്റ് വെച്ചിട്ടുണ്ട്. അതായത് 100 പേജ് അയച്ചു കഴിയുമ്പോഴത്തേന് പ്രോപ്പറായിട്ട് സെഷൻ ലെയർ അത് നോട്ട് ചെയ്യും. അടുത്ത 100 കഴിയുമ്പോൾ 200 ആയി, അടുത്തത് 300, ഓക്കെ, അടുത്തത് 400. പിന്നെ അടുത്തത് അങ്ങോട്ട് ഒരു 50 അയച്ചു കഴിയുമ്പോഴത്തേന് എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ 400 ഓൾറെഡി പോയിട്ടുണ്ട്. ആ ചെക്ക് പോയിന്റ് വെച്ചിട്ട് എവിടം വരെ അയച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ബാക്കിയുള്ളത് മാത്രം റീട്രാൻസ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ. ഈ കേസൊക്കെ ചെയ്യുന്നതാണ് സിങ്ക്രണൈസ് ചെയ്തിട്ടുള്ള ഡാറ്റ എക്സ്ചേഞ്ച്. ഇല്ലെങ്കിൽ ഡാറ്റ കമ്മ്യൂണിക്കേഷനകത്ത് റിപ്പീറ്റീവായിട്ട് വീണ്ടും ഡാറ്റ അയക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന ലെയറാണ് സെഷൻ ലെയർ എന്ന് പറയുന്നത്. ഓക്കെ. അത് വിശദമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ 2-3 ആവർത്തി വായിച്ചു നോക്കുക. നൗ കംസ് ദ പ്രസൻറ്റേഷൻ ലെയർ. 6ാമത്തെ ലെയറാണ് പ്രസൻറ്റേഷൻ ലെയർ എന്ന് പറയുന്നത്. എന്താണ് പ്രസൻറ്റേഷൻ ലെയർ? Presentation layer is concerned with the syntax and semantics of the information exchanged between two systems. നമ്മൾ അയക്കുന്ന ഡാറ്റയുടെ യഥാർത്ഥ ഗ്രാമർ, അതുപോലെ തന്നെ അതിൻ്റെ മീനിങ്, ഇതെല്ലാം ആരുടെ കൈവശം വെച്ചാണ് എന്ന് ചോദിച്ചാൽ പ്രസൻറ്റേഷൻ ലെയർ, 6ാമത്തെ ലെയറായ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ കൈവശമാണ്. അതായത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്ലേഷൻ, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ ഓഫ് ഡാറ്റ എക്സ്ചേഞ്ച്. എന്ത് ഡാറ്റയാണോ അയക്കുന്നത് ആ ഡാറ്റ ഏത് പ്രത്യേക കോഡിങ്ങിൽ വേണം പോകാൻ. ഓക്കെ. അതുപോലെ തന്നെ അത് കംപ്രസ്ഡ് ആയിട്ട് വലിയ സൈസിലുള്ള ഡാറ്റയെ കുറച്ചുകൂടി ചുരുക്കി റെപ്രസെൻ്റ് ചെയ്ത് പുതിയൊരു രീതിയിലേക്ക് മാറ്റിയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വേഗത്തിൽ നമുക്ക് ഡാറ്റ അയക്കാൻ ഒക്കും. ഇപ്പോൾ ഡാറ്റ കംപ്രഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചർ, അതായത് നമ്മൾ അയക്കുന്ന ഡാറ്റ ഡെസ്റ്റിനേഷൻ മെഷീനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഒറിജിനൽ ഫോം വേറെ രൂപത്തിലേക്ക് മാറ്റണം. കാരണം ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും ഈ ഡാറ്റ ചോർത്തിയെടുത്താൽ അവർക്ക് ഒറിജിനൽ ഫോം എന്താണെന്ന് മനസ്സിലാവാതിരിക്കണം. ഈ പ്രോസസ്സാണ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റിയിൽ നിങ്ങൾ പഠിച്ചത്. ആ ക്രിപ്റ്റോഗ്രഫിക് പ്രിൻസിപ്പിൾസ്, ക്രിപ്റ്റോഗ്രഫിക് അൽഗോരിതം നിങ്ങൾ പഠിക്കുന്നില്ലേ? ഈ പറയുന്ന നെറ്റ്വർക്കിനകത്ത് ക്രിപ്റ്റോഗ്രഫിയുടെ ബേസിക് ആയിട്ടുള്ള അൽഗോരിതംസ്, നമ്മൾ നല്ല അൽഗോരിതംസ് ഉപയോഗിക്കുന്നതെല്ലാം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് ഈ പ്രസൻറ്റേഷൻ ലെയറിലാണ്. അപ്പോൾ പ്രസൻറ്റേഷൻ ലെയർ ഈസ് കൺസേൺഡ് വിത്ത് സിൻടാക്സ് ആൻഡ് സെമാൻറ്റിക്സ് ഓഫ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസ്ലേഷൻ, അതിൻ്റെ തിരിച്ച് ഒറിജിനൽ മീനിങ്ങിൽ അത് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്, കംപ്രഷൻ ആൻഡ് എൻക്രിപ്ഷൻ. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം. എന്താണ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ? ദ ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ഡിഫറെൻറ്റ് എൻകോഡിംഗ് സ്കീംസ്. ഓക്കെ. ദ പ്രസൻറ്റേഷൻ ലെയർ ഈസ് റെസ്പോൺസിബിൾ ഫോർ ഇൻ്റർഓപ്പറബിലിറ്റി ബിറ്റ്വീൻ ദീസ് ഡിഫറെൻറ്റ് എൻകോഡിംഗ് സ്കീംസ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഒരു മെസ്സേജ് ഇവിടുന്ന് അയക്കുന്നു. ഈ മെസ്സേജ് ടോപ്പ് ലെയറായ ആപ്ലിക്കേഷൻ ലെയറിൽ നിന്ന് തൊട്ട് താഴത്തെ പ്രസൻറ്റേഷൻ ലെയറിലെത്തുമ്പോൾ പ്രസൻറ്റേഷൻ ലെയറിൽ നമ്മളൊരു മെത്തേഡ് ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ഒരു ഡാറ്റ എൻകോഡിംഗ് സ്കീമാണ് ഉപയോഗിക്കുന്നത്? കോഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആസ്കി ആണോ അതോ യൂണിക്കോഡാണോ, അങ്ങനെയൊക്കെയുള്ള പല റെപ്രസെൻറ്റേഷൻ സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡാറ്റ റെപ്രസെൻറ്റേഷൻ സിസ്റ്റംസ്. അതിലെ അംഗീകരിക്കപ്പെട്ട ഒരു സിസ്റ്റത്തിന് അടിസ്ഥാനമാക്കി ഈ ഡാറ്റയെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യുക. എന്നിട്ട് ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോഴും ആ ഡെസ്റ്റിനേഷനിൽ നമ്മൾ ഈ പ്രസൻറ്റേഷൻ ലെയറിൽ വെച്ച് ഇതിനെ തിരിച്ച് ഒറിജിനൽ ഫോമിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറ്റുക. ഓക്കെ. സോ പ്രസൻറ്റേഷൻ ലെയർ അറ്റ് ദ സെൻറ്റർ ചേഞ്ചസ് ദ ഇൻഫർമേഷൻ ഫ്രം സെൻറ്റർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റ് ടു കോമൺ ഫോർമാറ്റ്. അപ്പോൾ എന്ത് ഫോർമാറ്റിൽ അയച്ചാലും ഈ നെറ്റ്വർക്ക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു കോമൺ ഫോർമാറ്റിലേക്ക് അത് മാറ്റിയിട്ടാണ് അയക്കുന്നത്. ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ, ഈ പ്രസൻറ്റേഷൻ ലെയറിൽ എത്തുമ്പോൾ ഇത് തിരിച്ച് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുന്ന ഒരു രീതിയും നമുക്ക് കണ്ടുവരുന്നുണ്ട്. ദ പ്രസൻറ്റേഷൻ ലെയർ അറ്റ് ദ റിസീവിംഗ് മെഷീൻ ചേഞ്ചസ് ദ കോമൺ ഫോർമാറ്റ് ഇൻ ടു ദ റിസീവർ ഡിപ്പെൻഡൻറ്റ്. ആ റിസീവറിൽ മനസ്സിലാവുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ
ബാക്കിയുള്ള എൻകോഡിങ് പിന്നെ അവിടുത്തെ അവൈലബിൾ എന്താണോ ആ രൂപത്തിൽ അതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി അതിനെ ആ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ജോലിയാണ് പ്രസൻറ്റേഷൻ ലെയറിൽ. അപ്പോൾ എന്ത് ഡാറ്റ നമ്മൾ അയച്ചാലും പ്രസൻറ്റേഷൻ ലെയറിൽ എത്തുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പിന്നെ സെൻറ്റർ ഡിപ്പെൻഡൻ്റ് ഫോർമാറ്റിൽ നിന്ന് ഒരു കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റി ഇത് അയക്കുന്നു. കോമൺ ഫോർമാറ്റിലുള്ള ഡാറ്റ ഇത് സഞ്ചരിച്ച് ഡെസ്റ്റിനേഷനിൽ എത്തുന്നു. അവിടുത്തെ പ്രസൻറ്റേഷൻ ലെയറിൽ വെച്ച് ഇത് തിരിച്ച് ആ റിസീവറിൻ്റെ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിലേക്ക് മാറ്റി ഒറിജിനലായിട്ട് മാറ്റി അവിടെയുള്ള യൂസറിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് മാറും. ഇനി രണ്ടാമത്തെ മെയിൻ ഫംഗ്ഷൻ പ്രസൻറ്റേഷൻ ലെയറിൻ്റെ എൻക്രിപ്ഷനാണ്. എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ക്യാരി സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഫ്രം വൺ സിസ്റ്റം ടു അനദർ വി ഹാവ് ടു എൻഷുർ പ്രൈവസി. അയക്കുന്ന ഡാറ്റയുടെ പ്രൈവസി നമുക്ക് നിലനിർത്തണം. പ്രൈവസി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് ഈ ഡാറ്റ നമ്മളുടെ മെഷീനിൽ നിന്ന് ട്രാൻസ്മിഷൻ മീഡിയ വഴി സഞ്ചരിച്ച് പോകുമ്പോൾ ആരെങ്കിലും ഇത് ഈ കേബിള് കട്ട് ചെയ്ത് ചോർത്തി അവരവരുടെ ഒരു സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ചോർത്തി ഹാക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഒറിജിനൽ എന്താണെന്ന് മനസ്സിലാവാനൊക്കാതെ ആവണം. അപ്പോൾ ഈ എത്തിയിരിക്കുന്ന ഡാറ്റയുടെ ഫോം ഇത്രത്തോളം പാടായിട്ട് ഉള്ള രീതിയിലേക്ക് മാറ്റുമ്പോൾ അത് ഒറിജിനൽ ആയിട്ട് മാറ്റാനായിട്ട് ഭയങ്കര പ്രയാസമാണ്. അതിനെയാണ് എൻക്രിപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ 4ാമത്തെ മൊഡ്യൂളിൽ ഇത് പഠിക്കുന്നുണ്ട്. So encryption means that sender transforms the original information to another form and sends the resulting message out over the network. ഇപ്പോൾ എന്ത് ഡാറ്റയാണോ അയക്കുന്നത് ആ ഒറിജിനൽ ഇൻഫർമേഷനെ കൺവേർട്ട് ചെയ്ത് ഒരു ഡിസ്കൈസ്ഡ് അതിൻ്റെ ഒരു രൂപം തന്നെ മാറ്റി വേറെ രൂപത്തിലേക്ക് ആക്കിയിട്ടാണ് ഇത് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കാൻ വേണ്ടുന്ന സ്റ്റെപ്സ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ടോപ്പ് ലെയറിൽ നിന്ന് ഡാറ്റ കിട്ടിയാൽ എൻക്രിപ്റ്റ് ചെയ്ത് അത് മാറ്റും. എൻക്രിപ്റ്റ് ചെയ്ത ഡാറ്റയാണ് പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് പിന്നെ റിസീവർ ഡിപ്പെൻഡൻറ്റ് ഫോർമാറ്റിൽ നിന്ന് കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ കോമൺ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് മുമ്പാണ് എൻക്രിപ്ഷൻ നടക്കുന്നത്. ഇനി ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസ്റ്റിനേഷൻ മെഷീനിൽ ഇത് എത്തിക്കഴിയുമ്പോൾ അവിടുത്തെ പ്രസൻറ്റേഷൻ ലെയർ ഓപ്പോസിറ്റ് ജോലിയാണ് ചെയ്യുന്നത്. എൻക്രിപ്ഷൻ ആണ് സെൻഡിങ് മെഷീനിൽ പ്രസൻറ്റേഷൻ ലെയർ ചെയ്തെങ്കിൽ റിസീവിങ് സൈഡിൽ ഈ പറയുന്ന പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്ന ആക്ടിവിറ്റി അതിൻ്റെ ഓപ്പോസിറ്റാണ് ഡീക്രിപ്ഷൻ. ഡീക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രൂപമാറ്റം സംഭവിച്ച് അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്കൊന്നും മനസ്സിലാവാത്ത രൂപത്തിൽ അയച്ച ഡാറ്റയെ തിരിച്ച് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ അൽഗോരിതം തന്നെ അവിടെ ഇരിപ്പുണ്ട്. അൽഗോരിതത്തിന് 2 ജോലിയുണ്ട്, എൻക്രിപ്റ്റ് ചെയ്യും ഡീക്രിപ്റ്റ് ചെയ്യും. അത് ഡീക്രിപ്റ്റ് ചെയ്ത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റും, ട്രാൻസ്ഫോം ചെയ്യും. ഇനി പ്രസൻറ്റേഷൻ ലെയർ ചെയ്യുന്ന അടുത്തൊരു ഫംഗ്ഷനാണ് കംപ്രഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം സാധാരണ രീതിയിൽ സെൻഡ് ചെയ്യുന്ന ഫയൽസ് പരിശോധിച്ചാൽ വീഡിയോ ഫയൽസ്, ടെക്സ്റ്റ് ഫയൽസ്, അതുപോലെ ഓഡിയോ ഫയൽ, അങ്ങനെ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയാണ് ഡാറ്റ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ അയക്കുന്നതിന് മുമ്പായിട്ട് ഈ പറയുന്ന ഈ ഡാറ്റയെ ഒന്നുകൂടെ ചുരുക്കി കംപ്രസ് ചെയ്ത് മാറ്റിയിട്ട് അത് അയക്കുകയാണെങ്കിൽ വേഗത്തിൽ ഡാറ്റ എത്തും, ക്വാളിറ്റി നഷ്ടപ്പെടാതെ. സോ ഡാറ്റ കംപ്രഷൻ റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ബിറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ ദി ഇൻഫർമേഷൻ. അയക്കുന്ന ഇൻഫർമേഷൻ്റെ ബിറ്റ്സുകളുടെ എണ്ണം കുറയ്ക്കും, എന്നാൽ അവിടെ എത്തുമ്പോഴത്തേനും അത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റാനും ഒക്കും. അങ്ങനെ ഒരു ടെക്നിക്കാണ് ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത്. അയക്കുന്ന ഡാറ്റയെ ചുരുക്കി, നിങ്ങൾക്ക് തന്നെ കംപ്രസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറുകൾ ഉണ്ടല്ലോ, നിങ്ങളുടെ CD എഴുതുമ്പോൾ സിപ്പ് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഇത് CD ആകുമ്പോൾ സൈസ് കുറച്ചിട്ടാണ് നിങ്ങൾ റെക്കോർഡ് ചെയ്യും, പിന്നെ ഒരു കമ്പ്യൂട്ടറിൽ കൊണ്ടുപോയി അൺസിപ്പ് ചെയ്ത് ഒറിജിനൽ ഫോമിലേക്ക് മാറ്റാം. അങ്ങനെ ഡാറ്റ കംപ്രഷൻ മെത്തേഡ്സ് എംപ്ലോയ് ചെയ്യുന്നത് ഈ പറയുന്ന പ്രസൻറ്റേഷൻ ലെയറാണ്. പർട്ടിക്കുലർലി ടെക്സ്റ്റ്, ഓഡിയോ, വീഡിയോ ഒക്കെ ബൾക്കിൽ അയക്കുമ്പോഴാണ് ഈ ഡാറ്റ കംപ്രഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഫൈനൽ ലെയർ ഈസ് ദ ആപ്ലിക്കേഷൻ ലെയർ. ആപ്ലിക്കേഷൻ ലെയർ ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് OSI മോഡൽ. OSI മോഡലിൽ നമ്മളെപ്പോലുള്ള ഒരു സാധാരണ യൂസർ കമ്പ്യൂട്ടറിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻ്ററാക്ട് ചെയ്യുന്ന ആ ലെയർ എന്ന് പറയുന്നത് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യാൻ പോകുന്ന ആ യൂസർ ഇൻ്റർഫേസ് ഡയറക്റ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പോകുന്ന ലെയർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ലെയർ. താഴോട്ടുള്ള ലെയർ നമ്മൾ ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നില്ല. ആപ്ലിക്കേഷൻ ലെയർ enables the user to access to the network. അപ്പോൾ നെറ്റ്വർക്കിനെ ആക്സസ് ചെയ്ത് ഡാറ്റ അയക്കാനായിട്ട് സഹായിക്കുന്ന ലെയറാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ലെയർ ഈ ഓരോ ഡാറ്റയും സ്വീകരിച്ച് അതിനൊരു ഇൻ്റർഫേസ് യൂസറിന് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇറ്റ് സപ്പോർട്ട്സ് വേരിയസ് സർവീസസ്. ഉദാഹരണത്തിന് ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക, ഡാറ്റാബേസ് ഷെയർ ചെയ്യുക, അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന വേറെ എന്തെങ്കിലും ഫയൽ ട്രാൻസ്ഫർ നടത്തുന്ന എന്ത് ആക്ടിവിറ്റി ഇൻ്റർനെറ്റിനകത്ത്
നിങ്ങൾ കമ്പ്യൂട്ടറിനകത്ത് ചെയ്താൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ലെയറിൽ ഇരുന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ലെയറിൻ്റെ ഭാഗമായി ഇൻ്റർഫേസസ് ഉപയോഗിച്ചാണ് നിങ്ങൾ ഇമെയിൽ സെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ HTTP അതായത് വെബ് ബ്രൗസർ നിങ്ങൾ ഉപയോഗിച്ച് വെബ്സൈറ്റ് കാണുന്നതും എല്ലാം നെറ്റ്വർക്കിൽ ആപ്ലിക്കേഷൻ ലെയറിലാണ്. പിന്നെ അതുപോലെ തന്നെ അന്യ കമ്പ്യൂട്ടറിലേക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാനൊക്കും. യൂസർ നെയിം പാസ്വേഡും കയറി കഴിഞ്ഞാൽ ലോകത്തെ എവിടെയെങ്കിലും ഇരിക്കുന്ന റിമോട്ടായിട്ടുള്ള കമ്പ്യൂട്ടറിൽ കയറി ചില സേവനങ്ങൾ ചെയ്യുക. അതിനെയാണ് റിമോട്ട് ലോഗിൻ അഥവാ ടെൽനെറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫയൽസ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കും, ഫയൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനൊക്കും, ഫയൽസ് ഡൗൺലോഡ് ചെയ്യാനൊക്കും. ഇപ്പോൾ ഫയൽ ട്രാൻസ്ഫർ FTP, അതുപോലെ തന്നെ ഫയൽസ് ആക്സസ് ചെയ്യാം, ഫയൽസിനെ മാനേജ് ചെയ്യാനൊക്കെ ഒക്കും പല നെറ്റ്വർക്ക് ഡ്രൈവിലോട്ടും ഒക്കെ അല്ലേ. അതെല്ലാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ചെയ്യുന്നതെല്ലാം നിങ്ങൾ ഇൻ്റർഫേസ് ഉപയോഗിച്ചാണ് അല്ലേ. ഗൂഗിളും എല്ലാം ലോഡ് ചെയ്യുന്ന ബ്രൗസറിൽ അതെല്ലാം ആപ്ലിക്കേഷൻ ലെയറിലാണ്. ഒരുപാട് പ്രോട്ടോക്കോൾസ് ഈ പറയുന്ന ലെയറിൽ ഉണ്ട്, ഓരോ തരം ആപ്ലിക്കേഷനും സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇമെയിൽ അയക്കാൻ, ഡയറക്ടറി സർവീസസ്. അപ്പോൾ ബേസിക്കലി ആപ്ലിക്കേഷൻ ലെയറിൽ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ there are tens of protocols which are present which help various. കാരണം ഓരോ പ്രോട്ടോക്കോളും അതിൻ്റേതായ രീതിയിൽ എന്ത് തരം ആപ്ലിക്കേഷൻ ആണോ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം. ഇപ്പോൾ ചാറ്റ് മെസ്സേജിനെ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യണം, ഇമെയിൽ മെസ്സേജിനെ പ്രത്യേകമായിട്ട് ട്രീറ്റ് ചെയ്യണം, വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ ലോഡ് ചെയ്യേണ്ടുന്നത് പ്രത്യേകം. അങ്ങനെ ഓരോന്നും പ്രത്യേകം ആപ്ലിക്കേഷനാണ്. ഓരോ ആപ്ലിക്കേഷനെയും സപ്പോർട്ട് ചെയ്യാൻ ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് ഉണ്ട്. HTTP, FTP, ടെൽനെറ്റ്, പിന്നെ SMTP, മെയിൽ സർവീസസ്, ഇങ്ങനെ വ്യത്യസ്തമായ പ്രോട്ടോകോൾസ് പിന്നെ മോഡേൺ മെഷീനിലുണ്ട്. ഇപ്പം ഞാനത് പേര് പറയുന്നില്ല, OSI മോഡൽ അത് പേരുകളൊന്നും പറയുന്നില്ല, ആപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോകോൾസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് നമ്മുടെ TCP/IP-ലാണ് ഇത് പറയാൻ പോകുന്നത്. അപ്പോൾ ഫൈനലായിട്ട് ഈ ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആദ്യം 7 ലെയർ നന്നായിട്ട് വായിച്ചിട്ട് ഈ പറയുന്ന സ്ലൈഡ്സോട് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ട്, സെഷൻ, പ്രസൻറ്റേഷൻ, ആപ്ലിക്കേഷൻ, അതാണ് നടുക്ക് കാണിച്ചിരിക്കുന്നത്. ആ ഓരോ ലെയറിൻ്റെ ഫംഗ്ഷനാണ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ലെയർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും, ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. അതും കൂടെ നോക്കി നിങ്ങൾ എപ്പോഴും ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ essay എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ.